Good afternoon, viewers. Good to see you. ഇന്ന് വേൾഡ് മാർക്കറ്റ് എല്ലാം റെഡിലാന്ന് കണ്ടത് ഞാൻ മെയിൻലി സൗത്ത് കൊറിയൻ മാർക്കറ്റ് ഭയങ്കര ടാങ്ക് ചെയ്യുന്നുണ്ട്. അത് മെയിൻലി നോട്ട് ബിക്കോസ് ഓഫ് വാർ, അത് ഈ AI റിലേറ്റഡ് ആണ് പറയുന്നത് കേൾക്കുന്നത്. മെയിൻലി ചിപ്പ് കമ്പനീസ് ഇതൊക്കെ സൗത്ത് കൊറിയൻ മാർക്കറ്റ് ക്രാഷ്ഡ് 7% ആണ് സൗത്ത് കൊറിയൻ മാർക്കറ്റ് ക്രാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ആയിട്ടുള്ള കൊമായിന് ഇത്ര 30 കൊല്ലം, ഓൾമോസ്റ്റ് മോർ ദാൻ 3 decades ഐ തിങ്ക് ഈ റൂൾഡ് ഇറാൻ. അത് അയാൾ അങ്ങനെ ഒരു ഡിക്റ്റേറ്ററായിട്ട് കഴിഞ്ഞ 30 കൊല്ലം ഭരിക്കാനുള്ള പ്രധാന കാരണം ഞാൻ കാണുന്നത് അയാൾക്കുള്ള ഒരു റിലീജിയസ് ലെജിറ്റിമസിയാണ്. പിന്നെ അയാൾക്കൊരു മിലിറ്ററി ലോയൽറ്റി കിട്ടിയിരുന്നു. പിന്നെ ഹീ കൺട്രോൾസ് ദ എൻറ്റയർ എക്കണോമിക് കൺട്രോൾ അയാളുടെ കയ്യിലായിരുന്നു. ഇത് മൂന്ന് കാരണമാണ് ഈ കമാനിക്ക് ഇത്ര കാലം അവർക്ക് 3 decades ഇറാനിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പിന്നെ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഡിഫൻസ്, എനർജി, ഷിപ്പിംഗ്, ഇൻഷുറൻസ്, ഹോട്ടൽസ്, എയർലൈൻ ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് പിന്നെ എനർജി സ്റ്റോക്സ്, പിന്നെ ഡിഫൻസ് സ്റ്റോക്സ്. ഇപ്പം ക്രൂഡിൻ്റെ വില ഏകദേശം $80 കൂടി കടന്നെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഒമാനിൽ അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേൾക്കുന്നു. പിന്നെ ദുബായിനെ കുറിച്ച് പറയാനുള്ളത്, ദുബായിൻ്റെ മേജർ ബിസിനസ് നിങ്ങൾക്കറിയാമല്ലോ. ദുബായിൻ്റെ മേജർ ബിസിനസ് ടൂറിസമാണ്. പിന്നെ റിയൽ എസ്റ്റേറ്റ്, ഹൈ എൻഡ് റിയൽ എസ്റ്റേറ്റ്, സാധാരണ റിയൽ എസ്റ്റേറ്റ് അല്ല ഇപ്പോൾ ദുബായിലെ ബിസിനസ്, ഹൈ എൻഡ് റിയൽ എസ്റ്റേറ്റാണ്. സോ ദാറ്റ് ഈസ് ദ വൺ തിങ്. സോ ദുബായ് പറയാമെന്ന് വെച്ചാൽ പിന്നെ വേറെ ദുബായിൻ്റെ ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ, എമിറേറ്റ്സ് എയർലൈൻസ് നിങ്ങൾക്കറിയാലോ. അതുപോലെ ജബലാലി പോർട്ട്, ഇതൊക്കെയാണ് അവരുടെ ലോജിസ്റ്റിക്സ് ഹബ്ബാണ്. മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു വലിയ ലോജിസ്റ്റിക് ഹബ്ബാണ് ദുബായ് വരുന്നത്. പക്ഷേ ഈ അറ്റാക്കിന് ശേഷം എല്ലാവരും പറയുന്നത് ദുബായ് ഈസ് നോ ലോങ്ങർ എ സേഫ് ഹെവൻസ് ആണ്. ഇനിയിപ്പം റിയൽ എസ്റ്റേറ്റ് പ്രൈസ് ദുബായിൽ എങ്ങോട്ട് പോകുന്നുള്ള കാര്യം മാർക്കറ്റ് വിൽ ഡിസൈഡ്സ് സോ ഇതാണ് വേറൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ഇപ്പം UAE-യിൽ ഇറാനിൽ തന്നെ ഇനിയിപ്പോൾ പുതിയൊരു റെജീം ചേഞ്ചാണ് വരാൻ പോകുന്നത്. സോ ഈ പുതിയ റെജീം ചേഞ്ച് ഏത് ടൈപ്പുള്ള റെജീം ചേഞ്ച് ആയിരിക്കും ഇനി വരാൻ പോകുന്ന അഡ്മിനിസ്ട്രേഷൻ? ആർ ദേ റിയലി കോമ്പിറ്റൻറ്റ് ഓർ ഈസ് എ ന്യൂ പേഴ്സൺ ഹൂ സപ്പോർട്ട്സ് ദ അമേരിക്കൻ പോളിസീസ്? ഇതൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും. எனவே അത് എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ ഇറാനിൽ ഇറ്റ് ഈസ് ബിക്കം എ ഇഷ്യൂ ഓഫ് പാട്രിയോട്ടിസം. പണ്ട് കാലത്ത് കമാനിനെ എതിർത്ത വോട്ടറും കൂടി they regroup together and it is a patriotism place there, not the പണ്ട് കാലത്ത് അറിയാമല്ലോ, നിങ്ങളൊരു കൺട്രി ഈസ് അണ്ടർ അറ്റാക്ക്, ഓൾ പീപ്പിൾ യുണൈറ്റ്, ഓപ്പോസിഷനും എല്ലാ പാർട്ടികളും യുണൈറ്റ് ചെയ്തിട്ട് they become very patriotic and they fight for the nation. സോ അതുകൊണ്ടൊരു വാർ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ അതിൻ്റെ എനർജി പ്രൈസസ്, ഇപ്പോൾ തന്നെ LNG പ്രൈസ്